അയ്യപ്പെട്ട PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദം ഉയരുകയാണ്. അതായത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ പ്രസ്താവന വീണ്ടും PM ശ്രീ പദ്ധതിയിൽ എന്തോ ഇടപാട് നടന്നു, എന്തോ ഉടായ്പ് നടന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പറയുന്നത് ജോൺ ബ്രിട്ടാസ് CPMൻ്റെ രാജ്യസഭ MP ആയ ജോൺ ബ്രിട്ടാസും VN ശിവൻകുട്ടിയും ഇടനിലക്കാരനായി ഇതിൽ പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും എടുത്തു വരുന്ന മറ്റൊരു കാര്യം, മന്ത്രി അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ വായിക്കാം. അതായത് ഇന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഭരണമുന്നണിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാരം എന്തിനാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിലിടുന്നതെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സഖ്യകക്ഷിയുമായുള്ള ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്ന മുറക്ക് സമഗ്ര ശിക്ഷ അഭയാം പദ്ധതി പ്രകാരമുള്ള കേരളത്തിൻ്റെ പണം ലഭിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നമുക്ക് എന്താണ് ഈ ബ്രിട്ടാസിൻ്റെ ഇടപെടൽ എന്തായിരുന്നു? അത് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു രംഗം, ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ രംഗം കൂടെ ഞാൻ പറയാം. രാജ്യസഭയിൽ ഇന്നലെ ഒന്ന് ആളാവാൻ വേണ്ടി ശ്രമിച്ചതാണ് ബ്രിട്ടാസ്. ഒന്ന് ആളാവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ബ്രിട്ടാസ് എവിടെയും ഒരു പൊങ്ങലിൻ്റെ ആളാണല്ലോ, ഈ സ്വയം പൊക്കത്തിൻ്റെ ആളാണല്ലോ. അങ്ങനെ സ്വയം പൊങ്ങി അദ്ദേഹം ഇന്നലെ ഒരു ചോദ്യം അങ്ങ് സഭയിൽ കയറി ചോദിച്ചു. ഈ SSK പദ്ധതി പ്രകാരമുള്ള ഫണ്ടൊക്കെ കേന്ദ്രത്തിന് അനുവദിക്കണ്ടേ? ഈ സർവശിക്ഷക്ക് അഭിയാൻ പോലെ ഒരു പദ്ധതിയാണല്ലോ SSK എന്ന് പറയുന്നത്. ഈ PM ശ്രീ പോലെ മറ്റൊരു പദ്ധതിയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് കേന്ദ്രം അനുവദിക്കുന്നില്ല? കേരളത്തിലെ വിദ്യാഭ്യാസ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അദ്ദേഹം ചോദിക്കുന്നു, രാജ്യസഭയിൽ ചോദിക്കുന്നു. അപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ മറുപടി പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രിട്ടാസും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും നിങ്ങൾ ഒരുമിച്ചല്ലേ എൻ്റെ കൂടെ വന്ന് PM ശ്രീ പദ്ധതി ഒപ്പിടാനായിട്ട് വന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിങ്ങൾ തന്നെയല്ലേ ഈ കാര്യങ്ങൾക്കൊക്കെ വന്നത്? അപ്പോൾ ആര് ഇവിടെ ആസായി? അതെ, ഇതിൻ്റെ പരിപാടികൾ ഇത്രയും നാൾ നമുക്കൊരു ചെറിയ സൂചന മുമ്പ് കിട്ടിയതാണ്. ഈ ബ്രിട്ടാസാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡൽഹിയിൽ ഈ പറയുന്ന എല്ലാ ഇടങ്ങളിലും കൊണ്ടെത്തിക്കുന്നത് നടക്കുന്നു. കാര്യം KV തോമസിനെ വെച്ചിട്ടുണ്ടെങ്കിലും ബ്രിട്ടാസൻ ഡൽഹിയിൽ കുറേ നാൾ സഞ്ജയ് തൂക്കി ദേശാഭിമാനി ലേഖകനായിട്ട് നടന്നതല്ലേ. ഡൽഹിയിൽ ദേശാഭിമാനി ലേഖകനായിരുന്നു, അതിൻ്റെ കരിയർ തുടക്കം അങ്ങനെയാണ്. അങ്ങനെ ദേശാഭിമാനി ലേഖകനായിരുന്ന ബ്രിട്ടാസിന് ഡൽഹിയിൽ എവിടെയൊക്കെ ആരൊക്കെ ഇരിക്കണമെന്നും അറിയാം. അങ്ങനെ ബ്രിട്ടാസ് ഇന്നലെ സഭയിൽ അങ്ങ് ഐസ് ഉരുകുന്ന പോലെ ഉരുകുകയായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യം എങ്ങനെയെന്ന് വെച്ചാൽ മധ്യസ്ഥത എന്നൊരു വാക്ക് വന്നു. യു ആർ ആൾസോ, നിങ്ങളും കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നതല്ലേ, ഇൻവോൾവ് ആയിരുന്നതല്ലേ മിസ്റ്റർ ബ്രിട്ടാസ്? അതുപോലെ തുഫൈൽ ഇപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിലെ പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നം, അതായത് നിങ്ങളുടെ CPIയുടെ ആഭ്യന്തര പ്രശ്നം അല്ലേ ഇതിന് പ്രശ്നമായത് എന്ന് തിരിച്ചുകൂടെ ചോദിക്കുമ്പോൾ അവിടെ CPIയുടെ സന്തോഷ് അവിടെ രാജ്യസഭയിലെ MP ആണ്. രാജ്യസഭയിൽ മറ്റൊരു നോമിനേറ്റഡ് MP സന്തോഷ് കുമാർ. അവർ രാജ്യസഭയിൽ MP സന്തോഷ് കുമാർ ഇരിക്കവെയാണ് അവരുടെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സഖാവ്, മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനായ ബ്രിട്ടാസും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പാലം വലിച്ചതെന്ന് പറയുമ്പോൾ ആര് ഈ കേരളത്തിലെ CPI അല്ലെങ്കിൽ പോട്ട് കേരളത്തിലെ ബാക്കി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെന്തായി? അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുദ്ധിപൂർവമാണ് ഓരോ കാര്യങ്ങൾക്കും കരുക്കൾ നിൽക്കുന്നത്. അദ്ദേഹം ഒരു പ്ലാനറാണ്, വെൽ പ്ലാൻഡ് പേഴ്സൺ ആണ് എന്ന് പാർട്ടിയെ അറിയാവുന്ന ചില വിമർശകർ പറയുന്നത്. ഈ ബ്രിട്ടാസിൻ്റെ പാർട്ടിക്കകത്തുള്ള സ്ഥാനം എന്താണ്? സെൻട്രൽ കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് അദ്ദേഹം. സെൻട്രൽ കമ്മിറ്റിയിൽ CCയിലെ ക്ഷണിതാവെന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് CCയിൽ എന്തെല്ലാം ബേബി ചെയ്യുന്നു. ഇപ്പോൾ ബേബിയെ കളിയാക്കിയില്ലേ? ബേബി അറിഞ്ഞോ? രാജ ബേബിയുടെ അടുത്ത് പറഞ്ഞു ബേബിയാണ്, ബേബി ഇടപെട്ട്. ബേബി അറിഞ്ഞിട്ടില്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്ന് ഒരാളായതുകൊണ്ടാണ് കേരളത്തിലെ മറ്റ് പാർട്ടി അംഗങ്ങൾ ബേബി അറിയിക്കാതിരുന്നത്. ഇത് അശോക് ഗവാലിനെ പോലെ മറ്റൊരു CPM കാരൻ കർണാടകത്തിലെയോ ബംഗാളിലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തൊരു CPM ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇവർ അറിയിക്കില്ലായിരുന്നു. അപ്പോൾ എന്തായി? ബേബിയെ കളിയാക്കിയതിന് തിരിച്ച് ഇവിടുന്ന് പോയ പ്രകാശ് ബാബു എന്ന് പറയുന്ന നേതാവ് ചോദിച്ചില്ലേ, എന്നാലും ബേബിയൊക്കെ നിങ്ങൾ ഇത്രയ്ക്ക് കൺട്രോളാ എന്ന് ചോദിക്കുകയും ചെയ്തു. അതിനെ ഇവിടെ ഏറ്റുപിടിച്ചില്ലേ? അപ്പോൾ ഇതിൽ ഇത്രയും ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ കണ്ട രാഷ്ട്രീയ നാടകമെല്ലാം ആരായിട്ടുണ്ടാക്കിയതാണ്? CPM എന്ന് പറയുന്ന പാർട്ടി. ഇപ്പോൾ LDF, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് VS അച്യുതാനന്ദൻ്റെ അടുത്ത് പറയാതെ തന്നെ ഇവിടെ എന്തെല്ലാം തീരുമാനങ്ങൾ ഇവർക്ക് എടുത്തിട്ടുണ്ട്, പാർട്ടി എടുത്തിട്ടുണ്ട്. ഒരുപാട് ലോകബാങ്കിൽ നിന്ന് വായ്പ വാങ്ങുന്ന തീരുമാനം എടുത്തത് ആരായിരുന്നു? അത് VS അറിഞ്ഞായിരുന്നു. അവസാനം അത് ഒപ്പിടുന്ന പേപ്പർ മുഖ്യമന്ത്രി എന്ന രീതിയിൽ VSൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കാണ് VS അറിയണത്. അവിടെയാണ് VS എന്ന് പറയുന്ന മുഖ്യമന്ത്രി എത്ര കരിവേപ്പിലായിട്ട് ഈ പാർട്ടി എന്ന് കണ്ടിരുന്നത്. ആ സ്ഥാനത്താണ് പാർട്ടി സെക്രട്ടറി ഒരു വാക്ക് അറിയിച്ചിട്ടില്ല, പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകത്തിനെ അറിയിച്ചിട്ടില്ല, മുന്നണിയിൽ അറിയിച്ചിട്ടില്ല. ഇതെല്ലാം അറിയിക്കാതെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ഇവിടുന്ന് അങ്ങ് പോയി, സൂട്ട്കേസും കൊണ്ടുപോയി. മരുമോനുണ്ടായിരുന്ന സംശയമുണ്ട്, മരുമോനെയും കൊണ്ടുപോയി. എല്ലാവരും മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്ന സംശയമുണ്ട്. എല്ലാവരെയും കൊണ്ടുപോയിട്ട് പാർട്ടിയെ പറ്റിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഇന്നലെ കള്ളം വെളിച്ചത്തായി വന്നത്. ഇന്നലെ കള്ളം വെളുത്തു വരുന്ന ബ്രിട്ടാസാണ് ഇതിനകത്ത് നിന്നത്, എന്നെ കൂടെ കാണാൻ വന്നതെന്ന് പറയുമ്പോൾ
ബ്രിട്ടാസ് ആകെ അവിഞ്ഞ് ആസായി. അത് വെളിയിൽ വന്നു കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് അടുത്ത വെള്ളപൂശലായിരുന്നു ബ്രിട്ടാസിൻ്റെ വക. നിങ്ങളാരും വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ ഇതിനകത്ത് മധ്യസ്ഥതയൊന്നും വഹിച്ചൊന്നുമില്ല. കേരളത്തിന് കിട്ടുന്ന ഒരു കാര്യം, കേരളത്തിന് വേണ്ടി ഞാനൊരു ദൗത്യം ഏറ്റെടുത്തതാണ്. നിങ്ങൾ ഒരിക്കലും ധർമ്മേന്ദ്ര പ്രധാനെ കുറ്റം പറയരുത്. ഞാൻ കേരളത്തിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പോയെന്നേ ഉള്ളൂ എന്ന് സ്വയം വെള്ളപൂശൽ. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണോ പറഞ്ഞോ, എന്നെക്കുറിച്ച് എന്ത് വേണോ പറയുന്നപ്പോൾ എന്നെക്കുറിച്ച് പറയുമെന്ന് സ്വയം ബോധ്യം ബ്രിട്ടാസിന് ഉണ്ടായിക്കഴിഞ്ഞു അല്ലേ? അതെ, എല്ലാവരെയും പറ്റിച്ചു. ആരെ? കേരളത്തിലുള്ള ജനത്തിനെ മൊത്തം പറ്റിച്ചു. ഈ പറയുന്ന CPM-കാരെന്ന് പറയുന്നവർ RSSൻ്റെ പാഠ്യപദ്ധതിയാണ് PM ശ്രീയിൽ വരാൻ പോകുന്നത്, അതാണ് പഠിപ്പിക്കാൻ പോകുന്നത്, അതാണ് ഈ PM ശ്രീ എന്ന് പറയുന്ന പാഠ്യപദ്ധതിയിൽ തൂങ്ങിയല്ലേ ഈ കണ്ട കളിയെല്ലാം ഇവർ കളിച്ചത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൂടി നടപ്പാക്കേണ്ടി വരും. PMC ഒപ്പിട്ട നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാരിന്റെ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന്റെ പോളിസികൾ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. സുരേന്ദ്രൻ പറഞ്ഞ സവർക്കറുടെയും ദീനദയാൽ ഉപാധ്യായുടെയും പഠിക്കേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ അതിനെല്ലാം എതിർക്കുന്നതായിട്ട് ഒരു വശത്തൂടെ കാണിക്കുകയും മറുവശത്ത് കൂടി ഇത്തരത്തിൽ ഒരുമാതിരി എന്ത് പണിയെന്നാ ഈ പണിക്ക് പറയുന്നത് അല്ലേ? അപ്പോൾ അതിന് മുഖ്യമന്ത്രി വിളിച്ചുകൊണ്ട് പോയ ഒരാൾ ഇദ്ദേഹമായിരുന്നു. അത് ഇന്നിപ്പോൾ ചർച്ചയായിട്ടുണ്ട്. ഇത് ഇന്നലെ നടന്ന വിഷയമാണ്. ഇന്ന് പത്രത്താളുകൾ വാർത്ത വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇന്നും അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ട്. കാര്യം CPI അതിനെ ഏറ്റുപിടിച്ചിട്ടുണ്ട്. ബ്രിട്ടാസ് ആര് ഇതിനകത്ത് കളിക്കാൻ? അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഡൽഹിയിൽ വേറെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയൊന്നും കിട്ടൂലേ വിളിച്ചോണ്ട് പോകുന്നത്? ഇവിടെ മന്ത്രിസഭയിൽ ബാക്കി ആരും അറിഞ്ഞില്ലല്ലോ. മന്ത്രിസഭയിൽ ബാക്കി CPM അംഗങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഘടകകക്ഷികൾ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത്രയും ബ്രിട്ടാസ് ആര് എന്നാണ് ഇപ്പോൾ CPI ചോദിക്കുന്നത്. അപ്പോൾ ഒന്നിനൊന്നിന് അങ്ങോട്ട് പോകും തോറും കൂടെ നിൽക്കുന്ന CPI എന്ന് പറയുന്ന പാർട്ടിയെ അല്ലെങ്കിൽ കൂട്ടുകക്ഷികളായിട്ടുള്ളവരെയൊക്കെ ഒന്നും അല്ലാതാക്കിക്കൊണ്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ കേരളം കുറച്ച് പേർക്ക് ശ്രദ്ധിക്കുമെന്നുണ്ടെങ്കിലും ഇതൊന്നും ഭരണത്തെയോ വോട്ടിനെയോ ഒന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഇരട്ടത്താപ്പ് സ്വഭാവമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ചില രാഷ്ട്രീയ ഇടതുപക്ഷ നിരീക്ഷകർ നമ്മളടുത്ത് പറയും, പിണറായി വിജയൻ്റെ RSS ബാന്ധവത്തെക്കുറിച്ച് പറയും. ഇവിടെ ഇപ്പോൾ ED വരണം എന്ന് പറയുമ്പോൾ ED ഒരു ചുക്കും ചെയ്യൂല എന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ്. കാര്യം ഇദ്ദേഹം അവിടെ ഒരു ഭയങ്കര പാലമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കേസ്, അദ്ദേഹത്തിൻ്റെ കേസ്, ലാവ്ലിൻ കേസ് കോഷ് ചെയ്ത് കളഞ്ഞതിന് തുല്യമല്ലേ ഇപ്പോൾ ഉള്ളത് അല്ലേ? എത്ര തവണ മാറ്റി വെച്ചു. അദ്ദേഹത്തിൻ്റെ മകളുടെ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കേസ് അതെന്തായി? ഏതെല്ലാം കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിലാണ് ആ കേസുള്ളത്, അതെന്തായി? അപ്പോൾ ഇങ്ങനെ ഒരു മുന്നണി അത് നമ്മൾ ഇത്രയും പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബ്രിട്ടാസും കൂടെ ചേർന്ന് പോയി ഇതിന് പാലം വലിച്ച് PM ശ്രീയിൽ ഒപ്പിടുന്നത്, അതിൻ്റെ വകുപ്പ് തല സെക്രട്ടറി ഒപ്പിടുന്ന ഘടകം വരെ എത്തിയപ്പോഴാണ് ഇവിടെ ചാനലുകളിൽ വാർത്ത വരുന്നത്. അതുവരെ ഒന്നും അറിയാത്ത കണക്കാണ് ഇവിടെ ഇരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്നത്, കൂടെ പോയി ശിവൻകുട്ടി ഇരുന്നത്, എല്ലാവരും മിണ്ടാതിരുന്ന്. ചാനലിൽ എനിക്കൊന്ന് KG കമലേഷ് ആണെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ വാർത്ത പൊട്ടിക്കുക. ഒരു ദിവസം വൈകുന്നേരം രാത്രി 7 മണിക്കോ 8 മണിക്കോ ഉള്ള വാർത്തയ്ക്ക് മുന്നേ കണ്ടാണ് അദ്ദേഹം ഇത് പൊട്ടിക്കുന്നത്, അല്ല 9 മണിക്ക് വാർത്തയ്ക്ക് കണ്ട. അപ്പോൾ ഈ പറയുന്ന പോലെ ഇത് ഇത്രയും ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ എന്നിട്ട് പിന്നെ നമ്മളോട് കണ്ട വേറെ നാടകങ്ങൾ. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കാണാൻ CPI മന്ത്രിമാർ വരുന്നു, ചർച്ചകൾ നടത്തുന്നു അല്ലേ? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗുണ്ടൂടെ അവിടെ ഉണ്ടായി. ശിവൻകുട്ടി പറഞ്ഞു, ഞാനൊരു അന്യനെ പോലെ ചെന്ന് ഏതോ ഒരുത്തം വന്ന് കണ്ടിട്ട് പോയി എന്ന് പറഞ്ഞ് കഥ പറഞ്ഞെന്നും ശിവൻകുട്ടി വേറെ കഥ ഉണ്ടാക്കി അല്ലേ? അങ്ങനെ വരെ ഇവിടെ നമ്മൾ പല നാടകങ്ങൾ കണ്ടു. ഇത് ആരെ പറ്റിക്കാനാണ്? ഇനി എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ തൊഴിൽ നിയമത്തിൻ്റെ കേസ് പറഞ്ഞല്ലോ. കേന്ദ്രത്തിൻ്റെ തൊഴിൽ നിയമം വരുന്നതിൽ തൊഴിൽ നിയമത്തിനെ സംബന്ധിച്ച് മിണ്ടാതിരുന്നു കൊണ്ട് പല കാര്യങ്ങളും ഒപ്പിട്ട് കൊടുത്തല്ലോ അവർ. അപ്പോൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഒരു നയവും ഭരണത്തിന് പുറത്ത് നിൽക്കുമ്പോൾ മറ്റൊരു നയം. ഇവിടെ വലിയ കൊടികെട്ടിയ നേതാവുണ്ട് കരീം, വലിയ കൊടികെട്ടിയ നേതാവാണ് ഇളവരം കരീം അല്ലേ? കോടികൾ ആസ്തിയുള്ള ട്രേഡ് യൂണിയൻ നേതാവാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, CPI വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. CPI നല്ല പൂർണ്ണമായിട്ട് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമേ തന്നെ CPI വഞ്ചിക്കപ്പെട്ടല്ല, സ്വന്തം പാർട്ടി തന്നെ ബ്രിട്ടാസും പിണറായി വിജയനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയും ചേർന്നുകൊണ്ട് കേരള ഘടകത്തിലെ CPM-നെ ശരിക്ക് അക്ഷരാർത്ഥത്തിൽ പറ്റിക്കാനുണ്ടായത്. ഇന്നലെ ബ്രിട്ടാസ് ശരിക്കും വീർത്ത് വെളിയിൽ നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അതാണ് പറയുന്നത്. ഈ ചില കള്ളങ്ങൾ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അറിയാതെ അതിങ്ങ് പുറത്ത് കാണും. ഈ മാനവശേഷി മന്ത്രി ഒരിക്കലും കളിയാക്കാൻ വേണ്ടിയെന്നല്ല ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങനെയൊന്നും സംസാരിച്ചത്. ബഹുമാനപ്പെട്ട നിഷ്കളങ്കമായിട്ട് അദ്ദേഹം സംസാരിച്ചത്. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ബ്രിട്ടാസ്, താങ്കളും കൂടെ അങ്ങ് വന്നല്ലേ നമ്മൾ PM ശ്രീ പദ്ധതിയിൽ സംസാരിച്ചത്, താങ്കൾ എത്ര തവണ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ എല്ലാം പൊളിയുന്നത്. അപ്പോൾ പൊളിച്ചടുക്കി കൈ കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കേൾക്കാനിരിക്കുന്നു. നിഗൂഢമായി പല കാര്യങ്ങൾ. ഇനി ഇദ്ദേഹം എത്രയെങ്കിലും തവണ നിതിൻ ഗഡ്കരിയെ കാണാൻ പോയ കാര്യങ്ങളുണ്ട്.
ഇനി ഏതെങ്കിലും ഒരാൾ വിളി പറയോ എൻ്റെ മോളെ രക്ഷിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞതായിട്ടൊരു വാക്ക് ഇനി ആരെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കണം എന്ന് ഏതെങ്കിലും ബി ജെ പിക്കാരൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി നമ്മൾ ചെവി കൊണ്ട് കേൾക്കേണ്ട അവസ്ഥ കൂടെ ഉണ്ടാവും. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്.